ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു ചടങ്ങിന് പോയിരിക്കുന്നു. അപ്പോൾ ആ ചടങ്ങിന് ഇരുന്നിട്ട് ഒരു പുള്ളി ഇങ്ങനെ ഭയങ്കരമായി സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ എന്താണെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് പുള്ളി പറയുന്ന കേരളത്തിൽ ഇപ്പോൾ എല്ലാം ടെമ്പററി ആണെന്ന്. അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന ആൾ പറയുകയാണ് അങ്ങനെയല്ല, UPSCയുടെ സൈറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ട്, കണക്കുകളുണ്ട്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തുന്നത്, അതാണ് ഇതാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ പുള്ളി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. UPSCയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്ന് എത്ര പറഞ്ഞു കൊടുക്കാൻ നോക്കിയിട്ട് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ പുള്ളി അടുത്ത് പറഞ്ഞ കാര്യമാണ് എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. കേരള പോലീസിനും ഇപ്പോൾ എല്ലാം ടെമ്പററി ആണത്രേ. കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഞെട്ടി കണ്ണും തള്ളിയിരിക്കുന്ന സമയത്ത് പുള്ളി തെളിവും പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന കറുത്ത ഉടുപ്പിട്ട പോലീസുകാരില്ലേ, അവർ എല്ലാം ടെമ്പററിയാണ്. ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിയുടെ നിലവാരത്തിൽ പുള്ളിയെ നേരിട്ട പുള്ളിയുടെ നിലവാരത്തിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളെ തോൽപ്പിച്ച് തകർത്ത് കളയും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടി. അങ്ങനെ മിണ്ടാതിരുന്ന് ഫോണെടുത്ത് നോക്കിയപ്പോഴുണ്ട് പുള്ളിയുടെ നേതാവ് കലിങ്കിലിരുന്ന് പറയുകയാണ് ആലപ്പുഴയാണ് ഏറ്റവും വലിയ ജില്ലയെന്ന്. ജനസംഖ്യ കൂടുതൽ മലപ്പുറത്താണെങ്കിലും ആലപ്പുഴയാണ് ഏറ്റവും വലിയ ജില്ലയെന്ന്. ഞാൻ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിച്ചപ്പോൾ പഠിച്ചതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ എന്നുള്ളത്. എന്തോന്നറിയ ഇതൊക്കെ. അപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നേതാക്കൾ ഇങ്ങനെയാണെങ്കിൽ താഴോട്ടുള്ള അണികൾ അങ്ങനെ ആകുന്നതിൽ പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ട്. ഒരാൾ ഇങ്ങനെ ഇരുന്ന് വാട്സാപ്പ് ഫോർവേഡ് വായിക്കുന്നു, മറ്റേ ആൾ TV-കാരെല്ലാം വിളിച്ചിരുത്തിയിട്ട് 3ാം ക്ലാസ്സുകാരന് വരെ അറിയാവുന്ന കാര്യം ആധികാരികമായി തെറ്റിച്ച് പറയും. മുമ്പ് ശമ്പളം കൊടുക്കുന്ന നോട്ടിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി കണ്ടതുകൊണ്ട് അത് സർക്കാർ അമ്പലത്തിൽ നിന്ന് എടുത്ത് കൊടുത്തതാണെന്ന് പറഞ്ഞ് നടന്നവന്മാരാണ്. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല.